ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുന്നായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെഗ് ഇന്ത്യ എന്ന് പറയുന്ന സൈറ്റിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെഗ് ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക, അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നൊക്കെ. 2021 രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ചെറിയ ചേഞ്ചസ്, ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ചെഗ് ഇന്ത്യ എന്ന് പറയുന്ന സൈറ്റിൽ പോയി സൈനപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു സൈനപ്പ് ബോക്സ് വരും. അതിൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. കൊടുത്തതിന് ശേഷം അവിടെ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. അവിടെ നിങ്ങളുടെ പേര്, നെയിം കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ കൊടുത്ത ഇമെയിൽ ID തന്നെ ഒന്നുകൂടെ കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്ച ഉണ്ട്, അത് കൊടുത്തതിന് ശേഷം സൈനപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ മെയിൽ ID ഒരു മെയിൽ വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. then നമ്മൾ ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അവിടെ എല്ലാ ഫീൽഡും നമ്മൾ എൻ്റർ ചെയ്യണം. ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ, ദെൻ ഇമെയിൽ ID ഓൾറെഡി അവിടെ വന്ന് കിടക്കും. പിന്നെ ഒരു സബ്ജക്റ്റ്, നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ ആൻസർ കൊടുക്കാനായിട്ട് നമ്മൾ കേപ്പബിൾ ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ഒത്തിരി സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, നിങ്ങൾ ഏതാണോ ഫേവറേറ്റ് നിങ്ങളുടെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു റെഫർ യുവർ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിൻ്റെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ റെഫറൽ കോഡ്, ജസ്റ്റ് ഒരു റെഫറൽ കോഡ് നിങ്ങൾ കൊടുക്കുക. പിന്നെ പോളിസി അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ടെസ്റ്റാണ്. നമ്മൾ ഏത് സബ്ജക്റ്റാണോ സെലക്ട് ചെയ്തത് ആ സബ്ജക്റ്റിൽ നിന്നുള്ള ഒരു 12 ക്വസ്റ്റ്യൻസ് ആയിരിക്കും സബ്ജക്റ്റ് ടെസ്റ്റിൽ ഉണ്ടാവുക. നെക്സ്റ്റ് അത് നമ്മൾ പാസ്സായാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാനായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ സബ്ജക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം 2 ടൈം മാത്രമേ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. 2 ടൈമിലും നമ്മൾ ഫെയിലായെങ്കിൽ വീണ്ടും ഈ മെയിൽ ID വെച്ച് രജിസ്ട്രേഷൻ നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നതല്ല.